നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ കുന്നംകുളത്ത് ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ഭൂചലനമുണ്ടായ തൃത്താല മേഖലയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. വൻകിട സാമ്പത്തിക ശക്തികൾക്കു വേണ്ടി ഭരിക്കുന്ന പിണറായി സർക്കാരും മോദി സർക്കാരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളെന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പിണറായിയുടെ നേതൃത്വം CPM-നെ കേരളത്തിൽ ബംഗാളിലെ അവസ്ഥയിലെത്തിക്കുമെന്നും VM സുധീരൻ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യാജരേഖ ചമച്ചെന്ന പരാതിയിൽ പോലീസ് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുത്തു. നടപടി മുൻ പ്രസിഡന്റ് CK ഉമ്മുസൽമയുടെ പരാതിയിൽ. അട്ടപ്പാടി പുതൂരിൽ ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം. 8 ആടുകളെ പുലി ആക്രമിച്ചു കൊന്നു. വനംവകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് ആവശ്യം. മണ്ണാർക്കാട് നഗരസഭയിൽ 2016 മുതൽ 2020 വരെയുള്ള നികുതി കുടിശ്ശിക ഒഴിവാക്കിയ തീരുമാനം സർക്കാർ റദ്ദാക്കിയ സംഭവം. സർക്കാരിനെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചില്ലെന്ന് പ്രതിപക്ഷം. തീരുമാനം കൗൺസിൽ അംഗീകരിച്ചത് CPM-ന്റെ വിയോജിപ്പോടെ. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും ഭൂചലനം. ശനിയാഴ്ച രാവിലെ 8:15 വലിയ മുഴക്കത്തോടെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. റിക്ടർ സ്കെയിലിൽ 3.1 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ കുന്നംകുളത്ത് ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചു. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, കേച്ചേരി, ചൂണ്ടൽ, ഗുരുവായൂർ, ചാവക്കാട്, പാവറട്ടി, മുല്ലശ്ശേരി, ചേറ്റുവ, ഒരുമനയൂർ മേഖലകളിലും പരിസരങ്ങളിലും പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന തിരുമറ്റക്കോട്, തൃത്താല, ചാരിശ്ശേരി, കപ്പൂർ, കക്കാട്ടിരി, കോട്ടപ്പാടം, മധുപ്പള്ളി തുടങ്ങിയ ഭാഗങ്ങളിലുമാണ് ശനിയാഴ്ച രാവിലെ 8:15 നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. 3 സെക്കൻഡ് മാത്രമേ ഭൂചലനം അനുഭവപ്പെട്ടുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു. വലിയ മുഴക്കത്തോടെയായിരുന്നു സംഭവം. എന്നാൽ ഇത് ഭൂചലനമാണെന്ന് ആദ്യം ആളുകൾക്ക് മനസ്സിലായില്ല. പിന്നീട് പലരും സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഭൂചലനമാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ കുന്നംകുളത്ത് ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുന്നംകുളം തോട്ടുപുരത്തിൽ പ്രകാശിൻ്റെ വീടാണ് ചുമർ വിണ്ടുകീറി പ്ലാസ്റ്ററിംഗ് അടർന്നു പോകുന്നത്. വീട് നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. ഭൂചലനം രേഖപ്പെടുത്തിയ തൃത്താലയിലെ വിവിധ പ്രദേശങ്ങളിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസർ MV വിനോദ്, അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരോൺ വിൽസൺ എന്നിവർ സന്ദർശിച്ചു. ഭൂചലനമുണ്ടായ ചാഴിയാട്ടിരി, കക്കാട്ടിരി പ്രദേശങ്ങളിൽ സംഘം പരിശോധന നടത്തി. പ്രദേശത്ത് വലിയ മുഴക്കവും കുലുക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. ആളപായമോ അപകടമോ ഉണ്ടായിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ചെറിയൊരു വിള്ളലതിലുണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ കാലത്തെ ഈ ഒരു ഭൂമി കുലുക്കാന്നുള്ളത് അറിഞ്ഞപ്പോഴും ചെമരിൻ്റെ മുകളിൽ കാട്ടുവന്ന് വീണു. പിന്നെ ജനലിൻ്റെ അവിടെ ഇപ്പോൾ ഹോളായി. കഴുങ്ങ് കൊടുത്തിട്ട് മുട്ട് കൊടുത്ത് നിർത്തിയിട്ടാണ് ഇപ്പോൾ നിർത്തിയിരുന്നത്. ഞാനും ഭർത്താവ് 2 പെൺകുട്ടികളാണ് ഇവിടെ താമസിക്കുന്നത്. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യാജരേഖ ചമച്ചെന്ന പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചു. മുൻ പ്രസിഡന്റ് CK ഉമ്മുസൽമയുടെ പരാതിയിലാണ് നടപടി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുത്തു. 2021 മെയ് മുതൽ 2022 മാർച്ച് വരെയുള്ള കാലയളവിൽ രേഖകൾ കൃത്രിമമായി നിർമ്മിച്ചുവെന്നാണ് പരാതി. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ സെക്രട്ടറി K രാധാകൃഷ്ണൻ, നിലവിലെ സെക്രട്ടറി അജിത് കുമാരി, മുൻ താൽക്കാലിക ജീവനക്കാരി ദിയ, കരാറിൽ ഒപ്പിട്ട സാക്ഷികളായ സ്വപ്ന, ബിബിൻദാസ് എന്നിവർക്കെതിരെയാണ് മണ്ണാർക്കാട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് അനർഹമായി കൈക്കലാക്കാൻ പ്രതികൾ കൂട്ടായി സഹായികളുമായി ഗൂഢാലോചന നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മിനിറ്റ്സും കരാറുകളും വ്യാജമായി ഉണ്ടാക്കുകയും ഇതുവഴി ഏതാണ്ട് 1,60,000 രൂപ ബ്ലോക്ക് പഞ്ചായത്തിന് നഷ്ടം വരുത്തിയെന്നുമാണ് കേസ്. പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും കേസെടുക്കാത്തതിനെ തുടർന്ന് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. വൻകിട സാമ്പത്തിക ശക്തികൾക്ക് വേണ്ടി ഭരിക്കുന്ന കമ്മ്യൂണിസത്തിന്റെ പേരിലുള്ള പിണറായി സർക്കാരും മോദിയും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പ്രവൃത്തി കൊണ്ട് അവരത് തെളിയിച്ചിരിക്കുന്നുവെന്നും VM സുധീരൻ പറഞ്ഞു. ഒറ്റപ്പാലത്ത് കോൺഗ്രസ് നടത്തിയ P ബാലൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോഡി ശൈലി അംഗീകരിച്ചുകൊണ്ട് വൻകിട സാമ്പത്തിക ശക്തികൾക്ക് വേണ്ടി ഭരിക്കുന്ന ഹാരിസന് വേണ്ടി, ടാറ്റമാർക്ക് വേണ്ടി, അതുപോലെ തന്നെ വൻകിട കുത്തകകൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത കമ്മ്യൂണിസത്തിൻ്റെ പേരിലുള്ള പിണറായി സർക്കാർ
അവർ രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ ഇരുവശമാണ്. മോഡി ആയാലും പിണറായി ആയാലും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് അവരുടെ പ്രവൃത്തികൾ തെളിയിച്ചിരിക്കുന്നു. എന്തായാലും CPM-നും തിരിച്ചടി അവരെയും മോഡിയെ സ്വാധീനിച്ച പോലെ തന്നെ അവരെയും സ്വാധീനിക്കും. തെറ്റുതിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ബംഗാളിലെ CPM-ന്റെ അതേ അനുഭവം തന്നെയായിരിക്കും പിണറായിയുടെ നേതൃത്വം മൂലം ഉണ്ടാകുക എന്ന തിരിച്ചറിവ് സൃഷ്ടിക്കാൻ തിരഞ്ഞെടുപ്പ് ഫലം ഇടവരുത്തിയിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ പൊതുസമ്പത്ത് തത്വദീക്ഷയില്ലാത്ത സ്വകാര്യവൽക്കരണത്തിലൂടെ വൻകിട ശക്തികളായ അദാനിമാർക്കും അംബാനിമാർക്കും തീരെഴുതി കൊടുത്ത് അതാണ് യഥാർത്ഥ ഭരണമെന്ന് വിശ്വസിച്ച് മുന്നോട്ടു പോയിരുന്ന നരേന്ദ്രമോദിക്കും പരിവാരങ്ങൾക്കും ഏറ്റ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പെന്നും സുധീരൻ പറഞ്ഞു. അവർ തെറ്റ് തിരുത്താൻ തയ്യാറല്ലെങ്കിൽ ബംഗാളിലെ CPM-ന്റെ അതേ അനുഭവം തന്നെയായിരിക്കും കേരളത്തിൽ പിണറായിയുടെ നേതൃത്വം മൂലം അവർ സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവ് സൃഷ്ടിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇടവരുത്തിയിട്ടുണ്ട്. തുറമുഖങ്ങളൊക്കെ കുത്തകകൾക്ക്, അദാനിമാർക്ക്, അംബാനിമാർക്ക്, നമ്മുടെ ബാങ്കുകളൊക്കെ സ്വകാര്യവൽക്കരിക്കുക, ഇൻഷുറൻസ് സംവിധാനം സ്വകാര്യവൽക്കരിക്കുക, ഖനികളൊക്കെ സ്വകാര്യവൽക്കരിക്കുക, വിമാനത്താവളങ്ങളൊക്കെ സ്വകാര്യവൽക്കരിക്കുക, HPCL പോലുള്ള വൻകിട പൊതുമേഖലാ കമ്പനികളൊക്കെ സ്വകാര്യവൽക്കരിക്കുക. രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് തത്വദീക്ഷയില്ലാത്ത സ്വകാര്യവൽക്കരണത്തിലൂടെ വൻകിട ശക്തികൾക്ക്, അദാനിമാർക്കും അംബാനിമാർക്കും തീരെഴുതി കൊടുക്കുന്ന അതാണ് യഥാർത്ഥ ഭരണം എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്ന നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങൾക്കുമുള്ള ശക്തമായൊരു തിരിച്ചടിയാണ്. അവരുടെ ആ തെറ്റ് തിരുത്താൻ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ജനപക്ഷ സർക്കാരായി മാറാൻ അവർക്ക് സാധിക്കുമോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ ആ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കണം നടത്തേണ്ടത്. ഇടതുമുന്നണി വിട്ടത് കോൺഗ്രസുകാരനായി മരിക്കണമെന്ന ആഗ്രഹത്താലാണെന്നും മരിക്കുമ്പോൾ എന്നെ പൊതിയുന്നത് ഖാദി തുണി കൊണ്ട് ആകണമെന്നും അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷനായ മുൻമന്ത്രി VC കബീർ പറഞ്ഞു. രണ്ടാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ചെറുതൊക്കെ ഇല്ലാത്ത കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഒരു ദിവസം രാവിലെ പോയി കൊടുത്തു. ഞാൻ ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചു. ആ ഫോട്ടോ ഒരുപാട് പ്രസിദ്ധമായി. അങ്ങനെയാണ് തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നത്. ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ കാലഘട്ടപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് ഇപ്പോൾ 81 വയസ്സായി. അധികാരം പോകുന്നില്ല. അപ്പോൾ ഞാൻ മരിച്ചാൽ എന്നെ ഖാദി തുണി കൊണ്ട് എൻ്റെ മയ്യത്ത് പൊതിയണമെന്നും ഖാദി തുണി കൊണ്ട് എൻ്റെ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം പൊതിയണമെന്നും ചർച്ചയുള്ള പതാക പ്രവർത്തിക്കണമെന്നും എഴുതി വെച്ചിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, മുൻ MLA CP മുഹമ്മദ്, DCC ജനറൽ സെക്രട്ടറിമാരായ സത്യൻ പെരുമ്പറക്കോട്, K ശ്രീവത്സൻ, VKP വിജയനുണ്ണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ എന്നിവരും മറ്റ് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. അട്ടപ്പാടി ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം. ആടുകളെ ആക്രമിച്ചു കൊന്നു. അട്ടപ്പാടി പുതൂർ ചമ്പവട്ടക്കാട് സ്വദേശി തുളസിയുടെ 8 ആടുകളെയാണ് പുലി കൊന്നത്. രാത്രിയിലാണ് സംഭവം. പുതൂർ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് സ്വർണ്ണഗതിയിൽ ചെമ്പവട്ടക്കാടിൽ ഇന്നലെ നടന്ന പുലിയുടെ ആക്രമണം മൂലമുണ്ടായ അപകടാവസ്ഥയാണ് ഇത് കാണുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഊരുമൂപ്പനും ഈ ആടുകളെ പോറ്റി വന്നിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ തുളസി ചേച്ചിയുണ്ട്. അപ്പോൾ ഏകദേശം 10 വർഷങ്ങളായിട്ട് ഒരു തുളസി ചേച്ചി ആടിനെ പോറ്റുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അപകടം ഒരാഴ്ച മുമ്പ് അവരുടെ ആടിനെ ഇത് മേയ്ക്കാൻ പോയ സ്ഥലത്ത് വെച്ചിട്ട് ഒരാടിനെ പുലി പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലെയിമിനും കാര്യങ്ങൾക്കൊക്കെ അപേക്ഷിക്കണമെങ്കിൽ ആടിൻ്റെ ബോഡി കിട്ടാത്തത് കൊണ്ട് അവർക്ക് വനവകുപ്പിലോ ക്ലെയിമിനോ ഒന്നും അപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പറഞ്ഞത്. വീടിനോട് ചേർന്ന് തൊഴുത്തിൽ കെട്ടിയിരുന്ന ആടുകളെയാണ് വെള്ളിയാഴ്ച രാത്രിയിൽ പുലി പിടികൂടിയത്. വനപാലക സംഘം സ്ഥലത്തെത്തി പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. നേരത്തെയും പുതൂർ മേഖലയിലെ വിവിധയിടങ്ങളിൽ പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടികൂടിയിട്ടുണ്ട്. വനംവകുപ്പിന്റെ പ്രതിരോധ നടപടികൾ ഫലപ്രദമല്ലെന്നാണ് കർഷകരുടെ ആക്ഷേപം.
മണ്ണാർക്കാട് നഗരസഭയിൽ 2016 മുതൽ 2020 വരെയുള്ള വസ്തു നികുതി പരിഷ്കരണ കുടിശ്ശിക ഒഴിവാക്കിയുള്ള തീരുമാനം സർക്കാർ റദ്ദാക്കിയത് സർക്കാരിനെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ധരിപ്പിക്കാത്തതിനാലെന്ന് പ്രതിപക്ഷം. സർക്കാർ നടപടി കൗൺസിൽ അംഗീകരിച്ചത് CPM-ന്റെ വിയോജന കുറിപ്പോടെ. 2016 മുതൽ 2020 വരെയുള്ള നികുതി പരിഷ്കരണ കുടിശ്ശിക ഒഴിവാക്കണമെന്ന് കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം സർക്കാരിൻ്റെ അംഗീകാരത്തിനായി അയച്ചിരുന്നു. ഇതിനു പുറമെ കൗൺസിലർമാർ മന്ത്രിയെ കാണുകയും ചെയ്തു. തീരുമാനം നടപ്പാക്കുന്നത് താൽക്കാലികമായി റദ്ദാക്കി സർക്കാർ അന്ന് ഉത്തരവ് ഇറക്കിയിരുന്നു. 4 വർഷത്തെ നികുതി കുടിശ്ശിക ഒഴിവാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നഗരസഭയും നാട്ടുകാരും. എന്നാൽ അന്തിമ ഉത്തരവിൽ നികുതി കുടിശ്ശിക ഒഴിവാക്കിക്കൊണ്ടുള്ള കൗൺസിൽ തീരുമാനം സർക്കാർ റദ്ദാക്കുകയായിരുന്നു. 4 വർഷത്തെ കുടിശ്ശിക എങ്ങനെ വന്നുവെന്നും അത് പിരിച്ചെടുക്കുന്നതിലെ നിയമപരമായ തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള സങ്കീർണത സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിൽ നഗരസഭാ ഭരണസമിതി പരാജയപ്പെട്ടെന്ന് കൗൺസിൽ യോഗത്തിൽ CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ CPM വിയോജനക്കുറിപ്പ് നൽകിയതായും സെബാസ്റ്റ്യൻ പറഞ്ഞു. നികുതി നിഷേധിക്കുന്ന രൂപത്തിൽ, നികുതി പിരിക്കുന്നില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം എടുത്ത് നൽകുകയും അതിൻ്റെ ഒരു മറുപടി ലഭിച്ചപ്പോൾ അതാണ് അവസാനത്തേത് എന്ന് പറയുന്ന രൂപത്തിൽ ഇന്നലെ 23ാമത്തെ അജണ്ടയിലെ വിഷയമായി അവതരിപ്പിക്കുകയും അതിൽ ഗവൺമെൻറ് തീരുമാനം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തികച്ചും തെറ്റായ ഒരു നടപടിയുടെ ഫലമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് സർക്കാരിൽ നിന്ന് ഉണ്ടാകാനിടയായത്. യഥാർത്ഥ വിഷയങ്ങൾ എന്തുകൊണ്ടാണ് മുനിസിപ്പൽ ചട്ടങ്ങളിൽ പറയുന്ന രൂപത്തിൽ 3 വർഷത്തിലധികം ഡിമാൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ അനുബന്ധമായി കോടതി വിധികൾ വരിക പോലും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ബഹുമാനപ്പെട്ട കോടതി വിധികളെ പോലും മറികടക്കുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മണ്ണാർക്കാട്ടെ ജനങ്ങളെ പണം പിരിച്ച് കഷ്ടപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യമാണ് ഇതിൻ്റെ പുറകിലെന്ന് ഞങ്ങൾ എക്കാലത്തും ഉന്നയിച്ച ആരോപണം ശക്തിപ്പെടുത്തുന്ന രൂപത്തിലുള്ള തീരുമാനമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ഇത് തികച്ചും തെറ്റാണ്. ഈ തെറ്റ് തിരുത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായും ഞങ്ങളെല്ലാം ആ നിലപാടിൽ തന്നെ തുടരുകയാണ്. CPM-ലെ TR സെബാസ്റ്റ്യൻ, K വത്സലകുമാരി, M ഖദീജ, KR സിന്ധു, CP പുഷ്പാനന്ദ്, മുഹമ്മദ് ഇബ്രാഹിം, K റജീന ബാബു, K ഹസീന എന്നിവർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6.5 ലക്ഷം രൂപ ചെലവിൽ പണി പൂർത്തീകരിച്ച കൊടക്കാട് പാറയ്ക്കൽ കുളമ്പ് കുടിവെള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി കുടിവെള്ളക്ഷാമം നേരിടുന്ന പാറയ്ക്കൽ കുളമ്പിലെ 30ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് ഇതോടെ ശാശ്വതമായ പരിഹാരമായി. ബ്ലോക്ക് പഞ്ചായത്ത് ഭീമനാട് ഡിവിഷനിലേക്ക് മത്സരിച്ച ബഷീർ തെക്കൻ പാറയ്ക്കൽ കുളമ്പ് പ്രദേശത്തുകാർക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നത്. ഈ വാക്കാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയത്. 2021-22 വാർഷിക പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചിരുന്നു. എന്നാൽ കരാർ പണി പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് 2023-24 വാർഷിക പദ്ധതിയിൽ വീണ്ടും ഫണ്ട് വകയിരുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. കിണർ, മോട്ടോർ പുര, ഹൗസ് കണക്ഷൻ ഉൾപ്പെടെയുള്ളതാണ് പദ്ധതി. 6.5 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. പദ്ധതിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം CK സുബൈർ അധ്യക്ഷനായി. VK അലി, K അബു, K ഹമീദ്, TK റഫീഖ്, VK ബഷീർ, സുധാകരൻ കളരിക്കൽ, P ഉമ്മർ, മുനീർ മണ്ണിൽ, CK അബി, CK ജയ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ മേഖലയിൽ +1 സീറ്റുകളുടെ പരിമിതി എല്ലാവർക്കും അറിയാമെങ്കിലും ഇതറിയാത്ത ആളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മണ്ണാർക്കാട് നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ. MSF നക്ഷത്ര സംഗമം കരിമ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് +1 സീറ്റിന്റെ പരിമിതിയാണ്. വിശിഷ്യ മലബാർ മേഖലകളിൽ പാലക്കാട് ജില്ലയിൽ തന്നെ 8000-ഓളം സീറ്റുകളില്ല. എങ്ങനെ കൂട്ടി നോക്കിയാലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ 50,000-ഓളം സീറ്റുകളുടെ കുറവുണ്ട്. ഇത് മനസ്സിലാകാത്തത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമാണ്. എല്ലാ ആളുകൾക്കും മൊത്തം ഇവിടെ
ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മലബാറിലെ മൊത്തം +1 സീറ്റുകളുടെ എണ്ണവും ഇവിടെ ജയിച്ച കുട്ടികളുടെ എണ്ണവും നോക്കിക്കഴിഞ്ഞാൽ സീറ്റുകളുടെ കുറവ് കണക്ക് അറിയാത്ത ആളുകൾക്ക് പോലും മനസ്സിലാവുമെന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തോ മനസ്സിലാവുന്നില്ല. കരിമ്പുഴ കുലുക്കലിയാട് 2ാം വാർഡ് MSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC, +2, LSS, USS ഉന്നത വിജയികളെയാണ് നക്ഷത്ര സംഗമം എന്ന പേരിൽ അനുമോദിച്ചത്. MSF കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TP ജാസർ അധ്യക്ഷത വഹിച്ചു. കുലുക്കലിയാട് വാർഡ് MSF പ്രസിഡന്റ് ആലിക്കൽ സിനാൻ, MSF ജില്ലാ പ്രസിഡന്റ് KU ഹംസ, നിയോജകമണ്ഡലം MSF പ്രസിഡന്റ് M ഷമീർ, വാർഡ് മെമ്പർ ഉമ്മർ കുന്നത്ത്, വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഫിറോസ് കുന്നത്ത്, അബ്ബാസ് ചേരിക്കല്ലിന്മേൽ, കാസി കുന്നത്ത്, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് 60 ലക്ഷം രൂപ വകയിരുത്തി പുതിയ ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. കരിമ്പുഴ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻ കെട്ടിടമുണ്ടായിരുന്ന സ്ഥലത്താണ് ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നത്. പാർക്കിംഗ്, കളിസ്ഥലം ഉൾപ്പെടെ 2500 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം പണിയുന്നത്. ഒരേ ഒരു യൂണിറ്റാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു രോഗിയുടെ അടുത്ത് ഒരു തവണ ഇതിൻ്റെ പ്രവർത്തകന്മാരും നഴ്സും ഡോക്ടറും ഒക്കെ പോയി വന്നപ്പോഴേക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ 2ാം റൗണ്ടിലെത്തുമ്പോൾ മാസങ്ങൾ എടുക്കുന്നു. ആ ഒരു പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് ആദ്യമായി പാലക്കാട് ജില്ലയിൽ തന്നെ 2 പാലിയേറ്റീവ് യൂണിറ്റ് തുടങ്ങാൻ ഈ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. ശ്രീ ഉമ്മർ കുന്നത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിയുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജിർ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അനസ് പമ്പ്ര, KK ഷൗക്കത്ത് അലി, സമീറ സലീം, മെമ്പർമാരായ ഉമ്മർ കുന്നത്ത്, M മോഹനൻ, K രജിത, ബഷീർ EP, നിഷാരാമൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ P മോഹനൻ, CP സാദിഖ്, K നാരായണൻ, A മണികണ്ഠൻ, ഓമന ഉണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. രക്തദാനം ഏറ്റവും മഹത്തരമായ ദാനമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ലോക രക്തദാന ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സന്നദ്ധ രക്തദാന ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സമാനതകളില്ലാത്ത ഒരു ദാനം തന്നെയാണ് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴൊന്നും നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക്, നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക്, നമ്മുടെ അയൽപക്കത്തുള്ള സുഹൃത്തിന് ഇത്തരത്തിലുള്ളൊരു ആവശ്യം വരുമ്പോൾ ഇങ്ങനെയുള്ള ബ്ലഡ് ബാങ്കിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ വന്ന് അല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിലൊക്കെ നിൽക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ഈ ബ്ലഡ് കൊണ്ട് ഒരാളുടെ ജീവൻ തന്നെ നിലനിർത്തപ്പെടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏറ്റവും മഹത്തരമായ ഒരു ദാനം തന്നെയാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിലാണ് ലോക രക്തദാന ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സന്നദ്ധ രക്തദാന ക്യാമ്പും നടന്നത്. കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടവർക്കായി മൗനപ്രാർത്ഥന നടത്തിയാണ് ചടങ്ങ് ആരംഭിച്ചത്. ജില്ലാ ആശുപത്രി മുൻ സൂപ്രണ്ടും IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റുമായ ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. ഇപ്പം പൈസ പോക്കറ്റിലും അല്ല, മൊബൈലിലാണ്. അതുകൊണ്ട് തന്നെ ആ മൊബൈലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് തീരെ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം നമ്മളൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുമ്പൊക്കെ നമുക്കത് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ, പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് തോന്നാറുണ്ട്. ഇപ്പം അത് മൊബൈലിൽ നിന്നായതുകൊണ്ട് അതൊരു വലിയ സംഭവമല്ല, അതൊരു വലിയ ഒരു കലപ്പെട്ട കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, നമ്മുടെ ധമനികളിൽ അല്ലെങ്കിൽ നമ്മുടെ സിരകളിൽ ഓടുന്ന രക്തം ഒരു അത്യാവശ്യക്കാരന് കൊടുക്കണം എന്ന് തോന്നി അത് കൊടുക്കാൻ മുന്നോട്ട് ഒരാൾ വരണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനുഷ്യത്വപരമായിട്ടുള്ള സഹജീവികളോടുള്ള തൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ബോധ്യമുള്ളവരെ അത് കഴിയുള്ളൂ. അത് ചെയ്യുന്നവർ IMA മുൻ ദേശീയ വൈസ് പ്രസിഡന്റും ബ്ലഡ് ബാങ്കിന്റെ സ്ഥാപക അംഗവുമായ ഡോക്ടർ VU സീതി, ഡോക്ടർ രാജു, CV സദാശിവൻ, RMO ഡോക്ടർ അബ്ദുൾ റസാഖ്, കുറ്റീരി മാനുപ്പ, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ബാലസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. രക്തദാന ക്യാമ്പിൽ മേലാറ്റൂർ ലയൺസ് ക്ലബ്ബ് അംഗങ്ങൾ, കിംസ് അൽഷിഫ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ, ജെംസ് കോളേജ് MSW വിഭാഗം വിദ്യാർത്ഥികൾ, സന്നദ്ധ രക്തദാന പ്രവർത്തകർ തുടങ്ങിയവർ രക്തദാനം ചെയ്തു. നവീകരിച്ച ശ്രീകൃഷ്ണപുരം ഈശ്വരമംഗലം അംഗൻവാടിയുടെ കെട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നവീകരിച്ചത്.
പുതിയ ടൈൽസ്, വയറിംഗ്, പ്ലംബിംഗ്, പുതിയ ബാത്റൂം, ചിത്രങ്ങളോട് കൂടിയ പെയിന്റിംഗ്, കളിമുറ്റം നിർമ്മാണം, അടുക്കള നിർമ്മാണം, മതിൽ നവീകരണം, സുരക്ഷാ ഗ്രില്ലുകൾ, പാരപ്പറ്റ് എന്നിവയും പൊതുപരിപാടികൾ ഉൾപ്പെടെ നടത്താൻ മുകളിൽ ഹാൾ സൗകര്യവും അങ്കണവാടിയിൽ ചെയ്തിട്ടുണ്ട്. 5,90,659 രൂപ ചെലവഴിച്ചായിരുന്നു നവീകരണം. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 20 അംഗൻവാടികളാണ് ഉള്ളത്. ഹരിയേട്ടൻ സൂചിപ്പിച്ച പോലെ അംഗൻവാടികളുടെ സന്ദർശന വേളയിൽ ഓരോ അംഗൻവാടിക്കും ആവശ്യമായ ആവശ്യങ്ങൾ എഴുതിയെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പദ്ധതി വെച്ചിട്ട് നിർവഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കണവാടിയിൽ ഒരു വായനമൂലയും ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സന്ദർശകർക്കും വായിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിലേക്കുള്ള ആദ്യ പുസ്തകം വെൽഫെയർ കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണനും ദേവകിയും ചേർന്ന് നൽകി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷനായി. വാർഡ് മെമ്പർ MK പ്രദീപ്, വി ശരണ്യ, ICDS സൂപ്പർവൈസർ ചിത്ര ഭാസ്കരൻ, ഗോപാലകൃഷ്ണൻ, സൂര്യ, അംഗനവാടി ടീച്ചർമാരായ രാജേശ്വരി, ഷീജ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലം KPS മേനോൻ മെമ്മോറിയൽ ഓൾ കേരള ഷട്ടിൽ ബാഡ്മിന്റൺ റാങ്കിംഗ് ടൂർണമെന്റിന് ഒറ്റപ്പാലം KPS മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. കേരള ബാഡ്മിന്റൺ മുൻ താരം സുമ രവി ഉദ്ഘാടനം നിർവഹിച്ചു. ആറ് ദിവസങ്ങളിലായാണ് ടൂർണമെന്റ് നടക്കുന്നത്. കേരളത്തിലെ പ്രധാന ഷട്ടിൽ ബാഡ്മിന്റൺ റാങ്കിംഗ് ടൂർണമെന്റുകളിലൊന്നാണ് ഒറ്റപ്പാലത്തേത്. 19 വയസ്സിന് താഴെയുള്ളവരുടെയും സീനിയർ വിഭാഗത്തിലുമായി 400-ലേറെ മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. പുരുഷ, വനിതാ സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് മത്സരങ്ങളാണ് നടക്കുക. സീനിയർ താരങ്ങളുടെ റാങ്കിംഗ് ടൂർണമെന്റ് ചൊവ്വാഴ്ച വരെ നടക്കും. പ്രാഥമിക മത്സരങ്ങൾക്കു ശേഷം ചൊവ്വാഴ്ച ഫൈനൽ നടക്കും. സമ്മാന വിതരണം വൈകിട്ട് 5-ന് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിക്കും. 17 മുതൽ 20 വരെയാണ് 19 വയസ്സിന് താഴെയുള്ളവരുടെ മത്സരം നടക്കുക. ഉദ്ഘാടന ചടങ്ങിൽ തോമസ് കപ്പ് ജേതാവ് MR അർജുനെ ആദരിച്ചു. PDBSA സീനിയർ വൈസ് പ്രസിഡന്റ് ഷൈജൽ രാജനാരായണൻ സംസാരിച്ചു. പരിസര പഠനത്തിന്റെ ഭാഗമായി ആനമങ്ങാട് ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ പാടത്തിറങ്ങി ഞാറുനടിയിൽ യജ്ഞത്തിൽ പങ്കെടുത്തു. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിന്റെ വകയായുള്ള പാടശേഖരത്തിലെ നടിയിൽ യജ്ഞത്തിലാണ് വിദ്യാർത്ഥികൾ പങ്കെടുത്തത്. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിന്റെ പാടശേഖരത്തിൽ ഒന്നാം വിള നടിയിൽ യജ്ഞത്തിൽ ആനമങ്ങാട് ALP സ്കൂളിലെ 100ഓളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിസര പഠനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പാടത്തിറങ്ങി ഞാറുനട്ട് നെൽകൃഷിയെ പരിചയപ്പെട്ടു. 4ാം ക്ലാസ്സിലെ പാഠഭാഗമായ വയലും വനവും 3ാം ക്ലാസ്സിലെ പാഠഭാഗമായ ഹരിതഭൂമി എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് കുട്ടികൾ വയലിലെത്തിയത്. ആലിപ്പറമ്പ് കൃഷി ഓഫീസർ K റെജീന പരിപാടി ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്ക് കൃഷിരീതികളെപ്പറ്റി വിശദീകരിച്ചു. കുട്ടികൾക്ക് കൃഷിയെ പരിചയപ്പെടുത്തുക എന്നുള്ളത് എല്ലാ വർഷവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം. പിന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നുണ്ട്. അതുപോലെ കൃഷി വകുപ്പിൻ്റെയും നമ്മുടെ സ്കൂളിൻ്റെയും നാട്ടുകാരുടെ എല്ലാവരുടെയും ഒരു അഭിനന്ദനം അറിയിക്കുന്ന ഒരു പ്രവർത്തനമാണ് കുന്നമ്മൽ അമ്പലം എല്ലാ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇത് കൊയ്ത്ത് ഉത്സവമായിട്ടും നമുക്ക് നടത്തണം എന്നുള്ളത് ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. സ്കൂൾ പ്രധാന അധ്യാപിക അമീന, അധ്യാപികമാരായ ആമിന, ഹഫ്സത്ത്, ശ്രീജ, അശ്വതി, ഫാത്തിമ, പ്രിയ, ഷംല, അധ്യാപകൻ ശ്രീനാഥ്, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി NP മുരളി, കമ്മിറ്റി അംഗങ്ങളായ ജയപ്രകാശ്, ബിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 120 ദിവസം മൂപ്പുള്ള കാഞ്ചന വിത്താണ് ഇപ്രാവശ്യം നെൽകൃഷിക്കായി ഉപയോഗിച്ചത്. മലബാറിലെ 300ഓളം ക്ഷേത്രത്തിലെ നിറോത്സവത്തിനുള്ള കതിർ ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മ്യൂസിക് റൂം കലാകൂട്ടായ്മയും തനിമ കലാസാഹിത്യവേദി പട്ടാമ്പി ചാപ്റ്ററും സംയുക്തമായി നടത്തുന്ന 5ാമത് ഈദ് ഇശൽ സന്ധ്യ ബലിപെരുന്നാൾ ദിനമായ ജൂൺ 17 വൈകിട്ട് 6 മണിക്ക് വാടാനംകുറിശി വില്ലേജ് സ്ട്രീറ്റിലെ MTS കൺവെൻഷൻ പാലസിൽ നടക്കും. ചടങ്ങിൽ വിവിധ രംഗത്ത് ശ്രദ്ധേയരായവരെ ആദരിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകരായ ഷമീർ കൊടുങ്ങല്ലൂർ, ഷഹജ, യൂസഫ് കാരക്കാട് എന്നിവർ ഇശൽ സന്ധ്യയിൽ പാടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കലയിലൂടെ നന്മകൾ തിരിച്ചു കൊണ്ടുവരാനുമാണ് തനിമ ശ്രമിക്കുന്നത്.
മുൻകാലങ്ങളിൽ കലയിലൂടെ കൃഷിക്കാർക്കും ലക്ഷദ്വീപിനുമൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നിരവധി പ്രവർത്തനങ്ങൾ തനിമ നടത്തിയിട്ടുണ്ട്. ഓങ്ങല്ലൂർ ഗ്രാൻഡ് ഹയാത്തിൽ നടത്താൻ തീരുമാനിച്ച പരിപാടിയാണ് സ്ഥലപരിമിതി മൂലം വാടാനംകുറിശ്ശിയിലേക്ക് മാറ്റിയതെന്നും ചടങ്ങിൽ വിവിധ രംഗത്ത് ശ്രദ്ധേയരായവരെ ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വൈകുന്നേരം 7 മണി മുതൽ ഏകദേശം ഒരു 10 മണി വരെ നടത്തുന്ന മാപ്പിള കലാപാട്ടുകൾ, അത് ഷഹജ തുടങ്ങി ഒട്ടേറെ മാപ്പിളപ്പാട്ട് കലാമേഖലയിൽ പ്രഗത്ഭരായവർ പരിപാടി അവതരിപ്പിക്കുന്നു. ഞങ്ങൾ ആദ്യം ഈ പ്രോഗ്രാം വെച്ചിരുന്നത് ഗ്രാൻഡ് ഹയാത്ത് ഓങ്ങല്ലൂരിലാണ്. അപ്പോൾ അതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ ആളുകളെ ഉൾക്കൊള്ളാനുള്ള പരിമിതി മൂലം അവിടുത്തെ സ്ഥല സൗകര്യം കുറവായിരുന്നു. ഞങ്ങൾ അത് MPസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ആദ്യത്തെ ഞങ്ങൾ ഈ പാസ് അടിച്ചത് 500 എണ്ണം ഞങ്ങൾ അടിച്ചത് ഗ്രാൻഡ് ഹയാത്ത് ഓങ്ങല്ലൂരാണ്. അപ്പോൾ അതാണ് പ്രത്യേകം ഒന്നും പറയാനുള്ളത് പ്രേക്ഷകരോട്. അത് ഞങ്ങൾ സ്ഥലം മാറ്റിയിട്ടുണ്ട്. MPs പറഞ്ഞ പൂക്കുപടി വില്ലേജിൻ്റെ അവിടേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പാസ് എൻട്രി പാസിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷേ ഈ എൻട്രി പാസ് കിട്ടാത്തവർക്കും ഈ പ്രോഗ്രാമിന് എല്ലാവർക്കും ഫാമിലി ആയിട്ടും ബാച്ചലായിട്ടും വരാനുള്ള സൗകര്യം ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പ്രത്യേകിച്ച് ഈ പ്രസ് മീറ്റിൽ എനിക്ക് പറയുന്നത്. തനിമ സംസ്ഥാന കമ്മിറ്റി അംഗം ഹംസ TKM, കൺവീനർ VP ബാവ, ജോയിന്റ് സെക്രട്ടറി വി ജാഫർ, പട്ടാമ്പി തനിമ സെക്രട്ടറി ഷാജി കാരക്കാട്, ഇബ്രാഹിം കാരക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം സന്ദർശിച്ചു. ട്രസ്റ്റി ബോർഡ് അംഗം A രാധാകൃഷ്ണൻ പൂച്ചെണ്ട് നൽകി. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ A രാജേഷ് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനുമായിരുന്നു സന്ദർശനം. ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ C രാജൻ, E ഹരിദാസൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ R രത്മേഷ്, ക്ഷേത്രം ജീവനക്കാർ എന്നിവർ സന്നിഹിതരായി. കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട KT ഷബ്നയെ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുമോദിച്ചു. പാലക്കാട് ജില്ലാ ഹരിത കമ്മിറ്റി അംഗമായ ഷബ്ന മൈലമ്പുറം സ്വാമി വിവേകാനന്ദ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ നിന്നുള്ള MSF UEC ആണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലത്തിന്റെ മരുമകളും മുസ്ലിം യൂത്ത് ലീഗ് ഷൊർണൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജാഫർ മാരായമംഗലത്തിന്റെ ഭാര്യയുമാണ്. വലിയ പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഫുഡ് ഫെസ്റ്റ് മെഹന്തി മത്സരവും സംഘടിപ്പിച്ചു. ഭക്ഷ്യമേളയിൽ 200-ലധികം വിഭവങ്ങൾ ഒരുക്കി. പെരിന്തൽമണ്ണ അൽസ്ലാമ ഐ ഹോസ്പിറ്റലിൽ നടന്ന വലിയ പെരുന്നാൾ ആഘോഷ പരിപാടികൾ വ്യത്യസ്തമായി. BSc ഒപ്റ്റോമെട്രി വിദ്യാർത്ഥികളുടെ ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു പെരുന്നാൾ ആഘോഷ പരിപാടിയിൽ ശ്രദ്ധേയമായത്. പുത്തൻ രുചിയിലും നാടൻ തനിമയിലും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഒട്ടേറെ വിഭവങ്ങൾ ഫുഡ് ഫെസ്റ്റിൽ പ്രദർശിപ്പിച്ചു. കോളേജ് ഓഫ് ഒപ്റ്റോമെട്രി സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മൾ വരുന്ന ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നമ്മൾ ഒരു ഈദ് പ്രോഗ്രാം നടത്തിയതാണ്. ഹയാൽ എന്നാണ് ഈദ് പ്രോഗ്രാമിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പറ്റീഷനായിട്ട് ഞങ്ങൾ നടത്തിയതായിരുന്നു ഫുഡ് സ്റ്റാൾ എന്ന് പറയുന്നത്. ഓരോ ഇയർ വൈസ് ഓരോ ഫുഡ് സ്റ്റാൾ ഉണ്ടാക്കി നമ്മൾ വെറൈറ്റി ഓഫ് ഫുഡ്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ വിളിച്ച് അവർ കഴിച്ച് ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് പ്രൈസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ കുറേ സെക്ഷനായിട്ട് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, മെയിൻ കോഴ്സ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു സ്നാക്സ് കോർണർ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തത്. ഞങ്ങളുടെ സ്റ്റാളിൻ്റെ പേര് താരകപ്പുര എന്നാണ്. അപ്പോൾ ഞങ്ങളിവിടെ കൊടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ബിരിയാണി ഉണ്ട്, കേക്ക്, മക്രോണി, ഇതൊക്കെയാണ് മെയിൻ കോഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഡെസേർട്ട് ഉണ്ട്. ഡെസേർട്ട്സ് ആയിട്ട് കുറേ പുഡിംഗ് ഉണ്ട്, കുനാഫ് ഉണ്ട്, ട്രസ്ലേച്ചസ് ഉണ്ട്, ക്യാരറ്റ് ഹൽവ ഉണ്ട്, പാൽഗോവ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഞങ്ങളിവിടെ വരുന്നവർക്കായിട്ട് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഉദ്ദേശിച്ച മോഡേൺ തട്ടുകടയാണ്. ഇപ്പോഴത്തെ മോഡേൺ തട്ടുകട അതിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് പല പല ഐറ്റംസ് ഫുഡ് ഉണ്ടാക്കിക്കണു. മോഡേൺ ആയിട്ടുള്ള കേക്കുകൾ, പൊരിച്ച വിഭവങ്ങൾ ഒക്കെ ഉണ്ടാക്കി. പിന്നെ അതിൽ പറയുകയാണെങ്കിൽ ഉണ്ണിയപ്പം, സമൂസ, ഉള്ളിവട, പിന്നെ ട്രസ്റ്റേഴ്സ് കേക്ക്, കായ്പോള, പിന്നെ കബാബ്, പിന്നെ കേസരി, അങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കിക്കണു. പിന്നെ ബട്ടർഫ്ലൈ ചിക്കൻ, അതൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. എല്ലാവരും ടേസ്റ്റ് ആക്കി. ടീച്ചേഴ്സൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്.
തന്തൂരി കബാബാണ്. അതായത് നമ്മുടെ കബാബ് എന്ന് പറയുന്നത് ഒരു അറബിക് ഡിഷാണ്. തന്തൂരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ മസാലയാണ്. അപ്പോൾ അതൊരു ഫ്യൂഷൻ ഫുഡാണ്. പിന്നെ നമുക്കൊക്കെ അറിയണതാണ് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ ബിരിയാണി എന്ന് പറയുന്നത് നമുക്കൊരു ആക്ച്വലി ഒരു ഫ്യൂഷൻ ഫുഡാണ്. ഇതിവിടെ വന്നത് പേർഷ്യക്കാർ കൊണ്ടുവന്നിട്ടാണ് ബിരിയാണി ഇവിടെ വരുന്നതും. അതിലേക്ക് നമ്മുടെ ഇന്ത്യൻ സ്പൈസസും കുക്കിംഗ് ടെക്നിക്സൊക്കെ കൂടിയിട്ടാണ് ബിരിയാണിയുടെ പേര് തന്നെ ബിരിയാണി എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ വേർഡാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു ഫ്യൂഷൻ ഫുഡാണ്. പിന്നെ നമുക്ക് സദ്യയുണ്ട്. സദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ബാലൻസ് ഡയറ്റ് ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കറികളും ഉണ്ട്. പായസം ഉണ്ട് ആൻഡ് കുറേ ഡെസേർട്ട്സും കാര്യങ്ങളും ഇവിടെ മെയിൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ ഭക്ഷ്യവിഭവങ്ങളും തനി നാടൻ വിഭവങ്ങളും ഫുഡ് ഫെസ്റ്റിൽ വിദ്യാർത്ഥികൾ ഒരുക്കി. ബിരിയാണി, കബ്സ, മദ്ഹൂത്ത്, ഫ്രൈഡ് റൈസ്, അൽഫാം, ബ്രോസ്റ്റഡ് ചിക്കൻ, ഇറച്ചിപ്പത്തിരി, പൊരിച്ച പത്തിരി, മുട്ടപ്പാലട, കായ്പോള തുടങ്ങിയവയും വ്യത്യസ്ത ടേസ്റ്റുകളിലുള്ള കേക്കുകളും പാനീയങ്ങളും അടക്കം 200ഓളം വിഭവങ്ങൾ വിദ്യാർത്ഥികൾ ഒരുക്കി. അൽസ്ലാമ ഐ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ നസീർ വലിയ വീട്ടിൽ കേക്ക് മുറിച്ച് ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ മുഹമ്മദ് അലി മുണ്ടോടൻ, ഡയറക്ടർമാരായ നാസർ ചോലയ്ക്കൽ, മുഹമ്മദ് അലി മാട്ടുമ്പത്തൊടി തുടങ്ങിയവർ പങ്കെടുത്തു. ഫുഡ് ഫെസ്റ്റ് കാണാനും വിഭവങ്ങൾ രുചിച്ചറിയാനും വിദ്യാർത്ഥികളും ഹോസ്പിറ്റൽ ജീവനക്കാരും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത്. പെരുന്നാൾ ആഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റിലും വിദ്യാർത്ഥിനികൾ പങ്കാളികളായി. കൈകളിൽ ഏറ്റവും മനോഹരമായ മൈലാഞ്ചി വർണ്ണങ്ങൾ തെളിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ കുന്നംകുളത്ത് ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചു. ഭൂചലനമുണ്ടായ തൃത്താല മേഖലയിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. വൻകിട സാമ്പത്തിക ശക്തികൾക്കു വേണ്ടി ഭരിക്കുന്ന പിണറായി സർക്കാരും മോദി സർക്കാരും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളെന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പിണറായിയുടെ നേതൃത്വം CPM-നെ കേരളത്തിൽ ബംഗാളിലെ അവസ്ഥയിലെത്തിക്കുമെന്നും VM സുധീരൻ. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ വ്യാജരേഖ ചമച്ചെന്ന പരാതിയിൽ പോലീസ് FIR ഇട്ട് അന്വേഷണം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുത്തു. നടപടി മുൻ പ്രസിഡന്റ് CK ഉമ്മുസൽമയുടെ പരാതിയിൽ. അട്ടപ്പാടി പുതൂരിൽ ജനവാസ മേഖലയിൽ പുലിയുടെ ആക്രമണം. 8 ആടുകളെ പുലി ആക്രമിച്ചു കൊന്നു. വനംവകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് ആവശ്യം. മണ്ണാർക്കാട് നഗരസഭയിൽ 2016 മുതൽ 2020 വരെയുള്ള നികുതി കുടിശ്ശിക ഒഴിവാക്കിയ തീരുമാനം സർക്കാർ റദ്ദാക്കിയ സംഭവം. സർക്കാരിനെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചില്ലെന്ന് പ്രതിപക്ഷം. തീരുമാനം കൗൺസിൽ അംഗീകരിച്ചത് CPM-ന്റെ വിയോജിപ്പോടെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.